ഹൈ ഗായ്സ്, ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഹണ്ടർ ആനിമി സീരീസിലെ 3ാം സീസണിലെ 4ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിലോട് പോകുന്നതിന് മുമ്പേ നമ്മളിപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇതുവരെ നമ്മളെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ എന്ന എല്ലാ 1000 സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഒരു ഹൃദയം നിറഞ്ഞ നന്ദി. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ 42ാമത്തെ എപ്പിസോഡിലോട്ട് പോകാം. നമ്മുടെ 42ാമത്തെ എപ്പിസോഡിന് ഒരു പ്രത്യേകതയുണ്ട്. എന്തെന്ന് വെച്ചാൽ ഈ ഒരു എപ്പിസോഡിലാണ് കുറാപ്പികയെയും ലിയോറയെയും കണ്ടുമുട്ടാൻ തീരുമാനിച്ച 6 ദിവസം. അതെ, സെപ്റ്റംബർ 1. അതുകൂടാതെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ഒരു ദിവസമാണ് വർഷത്തിൽ ഒരു പ്രാവശ്യം നടക്കുന്ന ലോകത്തിലെ എല്ലാ റിച്ച് ആയിട്ടുള്ള ആൾക്കാരും മാഫിയാസും ഒക്കെ പങ്കെടുക്കുന്ന ഒരു ഓപ്ഷൻ ഇന്നാണ് നടക്കുന്നത്. ഈ ഒരു എപ്പിസോഡിന്റെ സ്റ്റാർട്ടിംഗ് തന്നെ കാണുന്ന കിൽവയും ഗോണയും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നടക്കുന്ന സ്ഥലത്തിന് മുൻപിലായിട്ട് ഒരു വലിയ മാർക്കറ്റ് തന്നെയുണ്ട്. ഈ ഒരു മാർക്കറ്റിൽ നിന്ന് അവർക്ക് ആ ഒരു ഓപ്ഷനിൽ വിൽക്കാനായിട്ട് എന്തെങ്കിലും സാധനം കിട്ടുമെന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ഗോണും കിൽവയും. അങ്ങനെ ഇവർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുറാപ്പികയും ലിയോറയും ഇവർക്ക് ഓർമ്മ വരുന്നത്. അവരെ ഫോൺ ഉപയോഗിച്ച് ഒന്ന് വിളിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് കിലുവയുടെ കയ്യിൽ മാത്രമേ ഫോൺ ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം തന്നെ നമ്മൾ കിലുവയാണെങ്കിൽ ഗോണെടുത്തും ഒരു പുതിയ ഫോൺ മേടിക്കാൻ പറയുന്നു. അതിനായി ഇവർ ആ ഒരു മാർക്കറ്റിൽ തന്നെയുള്ള ഒരു മൊബൈൽ ഷോപ്പിൽ കയറുകയാണ്. അങ്ങനെ ആ ഒരു കടയിലെ ഷോപ്പ് കീപ്പർ ആണെങ്കിൽ ഇവരുടെ അടുത്ത് കുറെ ഫോൺസ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ പെട്ടെന്നാണ് അങ്ങോട്ട് ഒരാൾ വന്നിട്ട് നിങ്ങൾ ഈ ഒരു ഫോണൊന്നും എടുക്കണ്ട, നിങ്ങൾക്ക് നല്ലൊരു ഫോൺ ഞാൻ കണ്ടുപിടിച്ചരാ എന്നും പറഞ്ഞ് നമ്മൾ ലിയോറിയോ അങ്ങോട്ട് വരുന്നത്. അപ്പോഴാണ് നമ്മളെ ഗോൺ ശ്രദ്ധിക്കുന്നത് ലിയോറിയോ തന്നെ അടുത്ത് വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ ലിയോറിയോ അവിടെ വന്നതിന് ശേഷം ആ ഒരു കടയിൽ നിന്ന് ഒരു ഫോൺ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് പറയാണ് ഈ ഒരു ഫോണിന് 200-ൽ പരം ഭാഷകളെ നമ്മുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചേഴ്സ് ഉണ്ട്. ഇത് കേട്ടപ്പോൾ നമ്മളെ ഗോണിന് ഈ ഒരു ഫോൺ ഇഷ്ടപ്പെട്ടാണ്. പക്ഷെ കൂടെ നമ്മളെ കിലുവക്കും ഈ ഒരു ഫോൺ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ട് കിലുവയും ഗോണും ഈ ഒരു ഫോൺ അവിടെ മേടിക്കുകയാണ്. അപ്പോഴാണ് കടയുടെ ഓണർ പറയുന്നത് 2 ഫോണിനും കൂടി 4 ലക്ഷമാവുന്നു. പക്ഷെ നമ്മളെ ലിയോറി അവിടെ ഉള്ള കാരണം അവനാണെങ്കിൽ ഷോപ്പ് ഓണറിന്റെ അടുത്തൊന്ന് ബാർഗൈൻ ഒക്കെ ചെയ്ത് ഒന്ന് ഡിസ്കൗണ്ട് ഒക്കെ ചോദിച്ച് 2 ലക്ഷത്തിന് ഈ ഒരു 2 ഫോണും മേടിക്കുകയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇവർ 3 പേരും ഒരു സ്ഥലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ്. അതിനിടയിലാണെങ്കിൽ നമ്മളെ ഗോണാണെങ്കിൽ ഹെവൻസ് അറേണയിൽ വെച്ച് നടന്ന എല്ലാ കാര്യങ്ങളും ലിയോറിയോ അടുത്ത് പറഞ്ഞു കൊടുക്കാണ്. അതൊക്കെ കേട്ട് നമ്മളെ ലിയോറിയോ ഇവർ 2 പേരും ഇത്രക്ക് സ്ട്രോങ് ആയിരുന്നു എന്നൊക്കെ ആലോചിച്ച് ആകെ ഞെട്ടിപ്പോവാണ്. ശേഷം നമ്മളെ ഗോണാണെങ്കിൽ ലിയോറിയോയുടെ അടുത്ത് നീ എന്നെ ടെക്നിക്കിനെ കുറിച്ച് വല്ലതും പഠിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ നമ്മളെ ലിയോറിയോ ഞാൻ കംപ്ലീറ്റ് ടെക്നിക്സും പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാണ്. ഇത് കേട്ട് ഗോൺ ഇംപ്രസ് ആവുന്നുണ്ടെങ്കിലും കിലുവയ്ക്ക് ഇത് അങ്ങോട്ട് വിശ്വാസമാവുന്നില്ല. അപ്പൊ ലിയോറിയോ എന്ത് ചെയ്ത് അവൻ പഠിച്ച ടെക്നിക്ക് വാക്കുകളിലൂടെ അവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ലിയോറിയോ 10 എന്ന ടെക്നിക്കിനെ കുറിച്ച് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള റെൻ, ഹട്സു, സെറ്റ്സു എന്നൊന്നും ടെക്നിക്സ് ഒന്നും പഠിച്ചിട്ടില്ല. അതിനുശേഷം നമ്മളെ ഗോണാണെങ്കിൽ ലിയോറിയോയുടെ അടുത്ത് ഇനിയുടെ ലക്ഷ്യമായ ഗ്രീഡലൻ എന്ന ഗെയിമിനെ പറ്റിയും ഇവർ ഇനി നടക്കാൻ പോകുന്ന ആ ഒരു ഓപ്ഷനിൽ നിന്ന് ഈ ഒരു ഗെയിം ലാലം വിളിച്ച് മേടിക്കാനാണ് ഇനിയുള്ള പ്ലാൻ എന്നൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുക്കാണ്. പക്ഷേ അതിനുവേണ്ടി ആ ഒരു ഗെയിം മേടിക്കാനായുള്ള പൈസ ഇവരുടെ കയ്യിൽ ഇല്ല എന്നും പറഞ്ഞു കൊടുക്കാണ്. അപ്പോൾ ലിയോറിയോ നിങ്ങൾക്ക് എത്ര വേണമെന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ആ ഒരു ഗെയിമിന് വേണ്ടി 8.9 ബില്യൺ ജെനിയൊക്കെ വേണമെന്ന് പറയാണ്. ഇത് കേട്ട് നമ്മളെ ലിയോറിയോ ആകെ ഞെട്ടിപ്പോവാണ്. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എത്ര പൈസ ഉണ്ടെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഗോണാണെങ്കിൽ ആ ഒരു ഫേക്ക് വെബ്സൈറ്റിലൊക്കെ കയറിയിട്ടുള്ള പൈസ ഒക്കെ പോയില്ലേ. ആദ്യം ഇവരുടെ കയ്യിലുണ്ടായിരുന്ന 800 മില്യൺ ഒക്കെ പോയി ഇപ്പോൾ 5 മില്യൺ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാണ്. ഈ ഒരു പൈസയിൽ നിങ്ങൾ ഓപ്ഷൻ എടുത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ എൻട്രി ഫീ പോലും കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാണ്. അതിനുശേഷം ലിയോറിയോ ഇവർക്ക് പൈസ ഉണ്ടാക്കാനുള്ള വഴികൾ കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് കിലോയുടെ ബ്രദർ ആയിട്ടുള്ള മിൽക്കിയാണ്. അവനാണെങ്കിൽ കിലോ കൊടുത്ത പ്രകാരം ആ ഒരു മെമ്മറി കാർഡ് യൂസ് ചെയ്തിട്ട് ആ ഒരു ഗെയിമിന്റെ കോപ്പി തന്നെ ഉണ്ടാക്കി. പക്ഷെ അവന് ആ ഒരു ഗെയിമിന്റെ കംപ്ലീറ്റ് ഫീച്ചേഴ്സ് ലഭിക്കുന്നില്ല. മാത്രമല്ല ആ ഒരു ഗെയിം കളിക്കാൻ കൂടി സാധിക്കുന്നില്ല. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഇവന് നല്ല ക്യൂരിയോസിറ്റി വരികയും അതിനായി നമ്മളെ മിൽക്കി നേരിട്ട് ഇപ്പോൾ യോക്ക് സിറ്റിയിൽ വെച്ച് നടക്കുന്ന ആ ഒരു ഓപ്ഷനിൽ പങ്കെടുക്കാനും അവിടെ നിന്ന് ലാലം വിളിച്ച് ഈ ഒരു ഗ്രീഡൈൽ എന്ന് പറയുന്ന ആ ഒരു ഗെയിം മേടിക്കാനാണ് നമ്മളെ മിൽക്കിയുടെ ഇപ്പോഴത്തെ പ്ലാൻ. അതിനായി നമ്മളെ മിൽക്കിയുടെ കയ്യിൽ ഇപ്പോൾ 12 ബില്യൺ ബാക്കിയുണ്ട്. പക്ഷേ ലാലം വിളിച്ച് ജയിക്കാനായി അതിന് ഇരട്ടി പൈസ വേണ്ടി വരും. അതിനായി നമ്മളെ മിൽക്കിയാണെങ്കിൽ തന്റെ അച്ഛനെ വിളിക്കുകയും എന്നിട്ട് ഞാൻ 15 ആൾക്കാരെ കൊല്ലാം, എനിക്ക് 15 ബില്യൺ തായോ എന്ന് പറയാണ്. അപ്പോ മിൽക്കിയുടെ അച്ഛൻ അത് ഓക്കെ എന്ന് പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ മിൽക്കി അവനോട് തന്നെ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. എനിക്ക് 10 വയസ്സുള്ളപ്പോഴാണെന്ന് തോന്നുന്നു ഞാൻ അവസാനമായി വീടിന്റെ പുറത്തോട്ട് ഇറങ്ങിയത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ഗ്രീഡലൻ എന്ന് പറയുന്ന ആ ഒരു ഗെയിം അവനെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ടെന്ന്. ശേഷം നമ്മൾ കാണുന്നത് കുറാപ്പിക ബോഡി ഗാർഡായിട്ട് വർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥലമാണ്. ഇന്നാണല്ലോ ഓപ്ഷൻ നടക്കുന്ന ദിവസം. അത് കാരണം തന്നെ അവിടെ വെച്ച് കുറാപ്പികയുടെ ഹെഡ്, അതായത് ബോഡി ഗാർഡ്സിന്റെ ഹെഡ് അവിടെ ബോഡി ഗാർഡായിട്ട് വർക്കിന് വന്ന എല്ലാവർക്കും ഓരോ തരത്തിലുള്ള ജോലി കൊടുക്കുകയാണ്. ഇന്നിവർക്ക് ലാലം വിളിച്ച് ഒരു സാധനം മേടിക്കേണ്ടതുണ്ട്. മേടിക്കുന്ന കാര്യം കുറച്ച് പേരെയും പിന്നെ പിൻഭാഗത്തെ ഡോർ സുരക്ഷിതമാണോ എന്ന് നോക്കാൻ വേണ്ടി വേറെ 2 പേരും, മുൻഭാഗം സുരക്ഷിതമാണോ എന്ന് നോക്കാൻ വേണ്ടി നമ്മളെ കുറാപ്പികയും വേറൊരു ലേഡിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതോടുകൂടി കുറാപ്പികയുടെ പുതിയ ജോലി അവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഒരു ജോലി എന്ന് പറയുന്നത് ശരിക്കും വളരെയധികം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ജോലി
അടിപൊളിയാണ്. ഈ ആർക്കിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഒന്നും തന്നെ പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. അതിനുശേഷം നമ്മൾ കാണുന്നത് ഗോണിനെയും കിലുവയും ലിയോറിയെയും ആണ്. ഇവരിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ ഇന്ന് നടക്കുന്ന ഓപ്ഷനിൽ നിന്ന് ഇവർക്ക് ഗ്രീഡേലിയൻ എന്ന് പറയുന്ന ഒരു ഗെയിം മേടിക്കാൻ വേണ്ടി പൈസ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ ലിയോറിയോ കണ്ടെത്തിയ ഒരു ഐഡിയ ആണ് ഇത്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു ആം റെസ്ലിംഗ് മത്സരമാണ്. ആരെങ്കിലും നമ്മളെ ഗോണിനെ ആം റെസ്ലിംഗിൽ തോൽപ്പിച്ചാൽ അവർക്ക് 3 മില്യൺ വിലപിടിപ്പുള്ള ഒരു ഡയമണ്ട് റിങ് കിട്ടും. ഇതാണ് നമ്മളെ ലിയോറിയോ കണ്ടുപിടിച്ച ഐഡിയ. പുറമെ കാണുന്ന ആൾക്കാർക്ക് ഗോൺ ഒരു ചെറിയ കുട്ടിയല്ലേ, അത് കാരണം എല്ലാവരും വന്ന് പങ്കെടുക്കും. പക്ഷേ അവർക്കറിയില്ലല്ലോ നമ്മളെ ഗോൺ എത്രമാത്രം സ്ട്രോങ് ആണെന്ന്. ഇതിൽ നിന്ന് ഇവരെങ്ങനെയാണ് പൈസ ഉണ്ടാക്കാന്ന് ചോദിച്ചാൽ ഈ ഒരു മത്സരത്തിൽ എൻ്റർ ആവാൻ വേണ്ടിയിട്ട് 10,000 ജെന്നി ഇവർ അടക്കണം. എന്നാൽ മാത്രമേ ഈ ഒരു ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ലിയോറിയോ ആണ് ഈ ഒരു കാര്യങ്ങളൊക്കെ പുറന്തോട്ട് ഇങ്ങനെ വിളിച്ചു പറയുന്നത്. അപ്പൊ തന്നെ കുറെ ആൾക്കാർ വന്ന് അവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. ആദ്യം തന്നെ അത്യാവശ്യം സൈസുള്ള ഒരാൾ വന്നിട്ട് 10,000 ജെന്നി അടക്കുകയും ഗോണായിട്ട് ആം റെസ്ലിംഗിന് തയ്യാറായിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇവർ തമ്മിൽ ആം റെസ്ലിംഗ് തുടങ്ങിയപ്പോൾ തന്നെ നമ്മളെ ഗോണാണെങ്കിൽ വളരെയധികം പ്രയാസപ്പെടുന്ന പോലെ നല്ല രീതിക്ക് അഭിനയിക്കുന്നുണ്ട്. എന്നിട്ട് ഗോണിന്റെ ഒപ്പോണന്റായി നിൽക്കുന്ന ആൾക്ക് കുറച്ച് പ്രതീക്ഷയൊക്കെ നൽകി അവൻ ജയിക്കാനായി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഫുൾ സ്ട്രെങ്ത് കൊടുത്ത് നമ്മളെ ഗോണാണെങ്കിൽ ആ ഒരു മാച്ച് ഈസിയായി തന്നെ വിജയിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് 10,000 ജെന്നിയും കിട്ടുകയും ചെയ്തു. ഇവരുടെ ആ ഒരു 3 മില്യൺ വർത്തുള്ള ഡയമണ്ട് പോവുകയും ചെയ്തില്ല. അങ്ങനെ ഒരാൾ തോറ്റപ്പോൾ അടുത്ത ആളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാൻ തന്നെ തുടങ്ങി. പക്ഷേ ഇവർക്ക് ആ ഒരു ഗെയിം മേടിക്കാൻ വേണ്ടിയുള്ള എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇനിയും കുറേ ജയങ്ങൾ നേടേണ്ടി വരും. അങ്ങനെ പിന്നീട് നമ്മൾ കുറച്ച് നേരത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ് കാണുന്നത്. നമ്മളെ ഗോണിപ്പോൾ 150 ആൾക്കാരെ ഓൾറെഡി ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അടുത്തതായി ഒരു ഫീമെയിൽ പാർട്ടിസിപ്പന്റ് ആണ് വരുന്നത്. അതാരാണ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫാൻ ട്രൂപ്പ് മെമ്പർ ആയിട്ടുള്ള ഷിസുക്കു ആയിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു ഫാൻ ട്രൂപ്പ് മെമ്പേഴ്സിന്റെ ഐഡന്റിറ്റി ആർക്കും തന്നെ അറിയില്ല. അത് കാരണം തന്നെ അവിടെ എത്തുന്ന ആർക്കും നമ്മുടെ ഷിസുക്കു എന്ന് പറയുന്ന ലേഡി ഒരു ക്രിമിനൽ ആണെന്ന് ആർക്കും തന്നെ മനസ്സിലാവുന്നില്ല. പക്ഷേ എത്രയൊക്കെ ക്രിമിനൽ ആണെന്ന് പറഞ്ഞാലും നമ്മുടെ ഈ ഒരു ഷിസുക്കു എന്ന് പറയുന്ന ലേഡി ഒരു പാവമാണ്. ഐ മീൻ ബാക്കിയുള്ള മെമ്പേഴ്സിനെ അപേക്ഷിച്ച് ഷിസുക്കു എന്ന മെമ്പറാണ് കൂടുതൽ പാവം. അങ്ങനെ ഈ ഒരു ലേഡി നമ്മളെ ഗോണും ആം റെസ്ലിംഗിനായി കൈ കോർത്തപ്പോൾ തന്നെ നമ്മളെ ഗോണ് മനസ്സിലാവുകയാണ് ഈ ഒരു ലേഡി അത്യാവശ്യം സ്ട്രോങ് ആണെന്ന്. നമ്മളെ ഗോണാണെങ്കിൽ ഇത്ര നേരം എന്നിട്ട് 150 ആൾക്കാരെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ലേഡിയായിട്ട് ഫൈറ്റ് ചെയ്തത് മാത്രമാണ് നമ്മളെ ഗോണിന് പ്രയാസം അനുഭവപ്പെടുന്നത്. ഈ ഒരു കാര്യം ഗോണിന്റെ തൊട്ടപ്പുറത്തൊക്കെ നമ്മളെ കിലുവയും നോട്ടീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മളെ ഗോൺ ഈ ഒരു ഫൈറ്റ് അവിടെ ജയിക്കുകയാണ്. അങ്ങനെ ഈ ഒരു മാച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ കിലുവാണെങ്കിൽ ഗോണിന്റെ അടുത്ത് ഓടി വന്ന് ഈ ഒരു മാച്ച് നീ കളിച്ചത് നിന്റെ ഫുൾ സ്ട്രെങ്ത് യൂസ് ചെയ്തിട്ടല്ലേ എന്ന് നമ്മുടെ കിലുവ ഗോണിന്റെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ ഗോണും അതേ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മളെ ഷിസുക്കു എന്ന് പറഞ്ഞ ലേഡി ആണെങ്കിൽ തന്റെ കൂടെ വന്ന ബാക്കിയുള്ള മെമ്പേഴ്സായ ഫെയ്റ്റാന്റെയും നൊബുനാഗയുടെ അടുത്തേക്കും പോയിട്ട് ഞാൻ ആ മത്സരത്തിൽ തോറ്റു, എനിക്ക് ആ ഡയമണ്ട് വേണമെന്നുണ്ടായിരുന്നു, അവൻ കുറച്ച് സ്ട്രോങ് ആണ് എന്നൊക്കെ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നൊബുനാഗ ഷിസുക്കുനോട് പറയുന്നത് നിനക്ക് ആ ഡയമണ്ട് വേണമെന്നുണ്ടായിരുന്നെങ്കിൽ നിനക്ക് നിന്റെ സ്ട്രോങ് ഹാൻഡ് ആയിട്ടുള്ള ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യാറുന്നില്ലേന്ന്. അപ്പൊ ഷിസുക്കു പറയാണ് അവൻ ആദ്യം അവന്റെ വലത്തെ കൈ നീട്ടി, അത് കാരണം ഞാനും അതുപോലെ ചെയ്തു, എനിക്ക് അവനായിട്ട് ഒന്നുകൂടി ഫൈറ്റ് ചെയ്താൽ കൊള്ളാന്നുണ്ട്. പക്ഷേ അപ്പൊ നൊബുനാഗ പറയാണ് ഇനി നമുക്ക് സമയമില്ല, നമുക്ക് നമ്മളെ ജോലി ചെയ്യാനുണ്ട്, അതുമാത്രമല്ല നമ്മൾ കള്ളന്മാരാണ്, നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതങ്ങോട്ട് എടുക്കും. അതിനുശേഷം നമ്മൾ കാണുന്നത് കുറാബിക വർക്ക് ചെയ്യുന്ന ബോസിന്റെ മകളെയാണ്. അവൾക്ക് ഈ ഒരു ഓപ്ഷനിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് ആകെ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവളുടെ അച്ഛൻ, അതായത് നമ്മളെ കുറാബികയുടെ ബോസ്, അത് സമ്മതിക്കുന്നില്ല. എന്നിട്ട് അവളുടെ അച്ഛനാണെങ്കിൽ ഞാൻ ഡയറക്റ്റ് ആയിട്ട് പോയി ഓക്നോ സിറ്റിയിലോട്ട് വരാം എന്ന് പറയാണ്. അതിനുശേഷം ബോഡി ഗാർഡ്സിന്റെ ഹെഡ് നമ്മുടെ കുറാബികയെ വിളിച്ചതിന് ശേഷം ഓപ്ഷന് മുമ്പിൽ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് കുറാബിയും കുറാബിയുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ലേഡിയും ഓൾറെഡി ഓപ്ഷൻ നടക്കുന്ന സ്ഥലത്തിന് മുൻപിലായിട്ട് എത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ കുറാബിക ഹെഡിനോട് പറയുന്നുണ്ട് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഫാൻ ട്രൂപ്പ് എന്ന ഗുണ്ടാ സംഘമാണ്. അവരാണെങ്കിൽ എല്ലാതും കൃത്യമായിട്ട് പ്ലാനിങ് ഒക്കെ ചെയ്ത് ഇപ്പോൾ ഈ ഒരു ഓപ്ഷൻ നടക്കുന്ന സ്ഥലത്തോട്ട് വരാനിരിക്കുകയാണ്. സോ ഇപ്പൊ ഏകദേശം ഓപ്ഷൻ നടക്കാനുള്ള സമയം ആയിട്ടുണ്ട്. സോ അങ്ങനെ ഓപ്ഷൻ നടക്കുന്ന ഒരു സ്ഥലം കാണിച്ചിട്ടാണ് നമ്മളെ 42ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ ഗൈസ് ഇനിയാണ് ശരിക്കുള്ള കളി നടക്കാൻ പോകുന്നത്. ഇനി അങ്ങോട്ട് ഉണ്ടാവുന്ന ഒരു കാര്യം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. സോ നിങ്ങൾക്ക് നമ്മളെ എക്സ്പ്ലനേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. സോ ബൈ. Do jeito que eu gosto, eu falo pra você, amor, não para, 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 não para.